അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ബാക്കിൽ ഒരു കുറകത്ത്. അപ്പൊ ഗൈസ് പറഞ്ഞു വന്ന പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുഹബത്ത് ക സർബത്താണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ആദ്യം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. തണ്ണിമത്തനും വത്തങ്ങാന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ അതിന് തണ്ണിമത്തന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമ്മൾ കുനുകുനാ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കുനുകുനാ കട്ട് ചെയ്ത് അതിന്റെ മണ്ടയ്ക്ക് വീണ്ടും കത്തി വെച്ച് കട്ട് ചെയ്ത് അതിന് കൊന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞത് ഇതുപോലെ കിട്ടണം. അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് പാലെടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റല്ല ഞാൻ എടുത്തിട്ടുള്ളത്, 1.5 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇത് നമ്മൾ ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മുട്ട ഒഴിച്ചിട്ടും നമുക്ക് ആ മധുരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ റോസ് സിറപ്പ്. ഓക്കെ, അതിനുശേഷം നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി മുകളിലെ ഡെക്കറേഷന് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. സാധനം നമുക്ക് നോമ്പുകാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഫിൽ ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നുള്ള അവസാനം പറയുന്നുണ്ട്. അപ്പൊ നല്ല സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അപ്പൊ ഗൈസ് നമുക്ക് മുഹബത്ത് കാ സർബത്ത് ട്രൈ ആക്കി നോക്കാം. അപ്പോ ഞാൻ അഭിപ്രായം പറയട്ടോ. കൊള്ളാം ഗൈസ്. അപ്പം എല്ലാവരും ട്രൈ ആക്കി വെക്കണം വീട്ടില്. ഇപ്പൊ എന്തായാലും റംദാൻ സീസൺ ഒക്കെ അല്ലേ, അപ്പം എല്ലാവരും ട്രൈ ആക്കി വെച്ചിട്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ബൈ. പിന്നെ ഇത് നോമ്പ് എനിക്ക് മസ്റ്റ് ആണ് കേട്ടോ, മസ്റ്റ് ആയിട്ടാണ്. പിന്നെ എപ്പോഴും ഉണ്ടാക്കി നോക്കി കേട്ടോ.